ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൽ വരുന്ന 7ാമത്തെ പാഠം അളവ് കണക്കിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമ്മൾ ഈ പാഠത്തിൻ്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവരൊക്കെ കാണുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് ചോദ്യം 1.75 മീറ്ററിനെ ഭിന്ന രൂപത്തിൽ എഴുതുന്നത് എങ്ങനെ? നമുക്ക് ഇവിടെ തന്നത് എന്താണ്? ദശാംശ രൂപമാണ് അല്ലേ? ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഭിന്ന രൂപത്തിലേക്ക്. 1.75 ഭിന്ന രൂപത്തിലേക്ക് നമ്മൾ എഴുതണം. പിന്നെ എന്താണ് നമ്മളടുത്ത് ചോദിച്ചത്? ഇത് എത്ര മീറ്ററും എത്ര സെൻറ്റിമീറ്ററും ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 1.75 മീറ്ററിൽ എത്ര മീറ്റർ ഉണ്ട്, എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ വേർതിരിച്ച് എഴുതണം. പിന്നെ നിങ്ങൾ ഇതിനെ സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ടും എഴുതണം. 3 കാര്യങ്ങളാണ് ഇതേ ചോദ്യത്തിൽ ചോദിച്ചത്. നമുക്ക് ആദ്യം ഇതിനെ 1.75 ഭിന്ന രൂപത്തിലേക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. 1.75 എന്നാണല്ലോ. ഇതിനെ ഭിന്ന രൂപത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് അംശത്തിന് മുമ്പേ വരുന്ന നമ്പർ ഏതാണ്? സംഖ്യ ഏതാണ്? 1 എന്നല്ലേ? സോ നിങ്ങൾ 1 താഴേക്ക് ഇറക്കി എഴുതുക, പുറത്ത് എഴുതുക. ഇനി 75 ആണ് അംശമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഛേദമായിട്ട് ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകളാണ്. സോ 2 പൂജ്യമുള്ള ആളാണ് നമ്മുടെ ഛേദത്തിൽ വരിക. 2 പൂജ്യം എന്ന് പറയുമ്പോൾ അത് 100 ആണ്. സോ ഛേദം 100 കിട്ടും. 1.75/100 എന്നാണ് നമ്മൾ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി നമ്മളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1.75 എത്ര മീറ്റർ ആണെന്നും എത്ര സെൻറ്റിമീറ്റർ ആണെന്നും നമ്മൾ വേർതിരിച്ച് എഴുതണം. ഇങ്ങനെ വേർതിരിച്ച് എഴുതാനും എളുപ്പമാണ്. ദശാംശത്തിന് മുൻപേ വരുന്ന സംഖ്യ ഏതാണ്? 1 ആണല്ലോ. സോ ഇവിടെ 1 മീറ്റർ ആണ് ഉള്ളത്. 1.75 എന്ന് പറയുമ്പോൾ അതിൽ 1 മീറ്റർ ആണ്. ഇനി ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യ ഏതാണ്? 75. ഇവിടെ 75 സെൻറ്റിമീറ്ററും ആണ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങളടുത്ത് പറയാണ് ഇതിനെ സെൻറ്റിമീറ്ററിൽ മാത്രം എഴുതാൻ. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 1.75 എന്നല്ലേ? ആ ദശാംശം ഒഴിവാക്കിയിട്ട് അവിടെ എഴുതുക. 175 എന്ന് കിട്ടും. 175 സെൻറ്റിമീറ്ററിൽ മാത്രം എഴുതാൻ പറയുമ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ള ദശാംശം അങ്ങ് ഒഴിവാക്കിയാൽ മതി. 175 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുക. ഇനി രണ്ടാമത്തെ ചോദ്യം 0.38 മീറ്ററിനെ ഭിന്ന രൂപത്തിൽ എഴുതുന്നത് എങ്ങനെ? ഇത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. നമുക്ക് 0.38 എങ്ങനെ ഭിന്ന രൂപത്തിൽ എഴുതാമെന്ന് നോക്കാം. പോയിന്റിന് മുമ്പേ 0 ആണ്. സോ നിങ്ങൾക്ക് താഴേക്ക് ഇറക്കി എഴുതാൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ദശാംശത്തിന് ശേഷം 38 ആണ്. അതാണ് നമ്മുടെ അംശം. ഇനി ഛേദമായിട്ട് വരിക ദശാംശത്തിന് ശേഷം 2 സംഖ്യകളാണ്. സോ 2 പൂജ്യമുള്ള ആള് അത് 100 ആണ്. സോ നമ്മുടെ ഉത്തരം വരുന്നത് 38/100 എന്നാണ്. ഇനി എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. 0.38 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്കറിയാം മൊത്തത്തിൽ സെൻറ്റിമീറ്ററിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ദശാംശം ഒഴിവാക്കി എഴുതിയാൽ മതി. 0 ആയതുകൊണ്ട് എഴുതണ്ട. 38 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് കുട്ടികളെ നിങ്ങൾക്കുള്ള 3ാമത്തെ ചോദ്യമാണ്. 3.275 കിലോഗ്രാം എന്നതിനെ ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? നമുക്ക് ഇതിൻ്റെ ഉത്തരം ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 3.275 കിലോഗ്രാം ആണല്ലോ. ഇതിനെയാണ് നമ്മൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതേണ്ടത്. ദശാംശത്തിന് മുൻപേ ഉള്ള സംഖ്യ ഏതാണ്? 3 എന്ന് നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുക. എന്നിട്ട് നമ്മൾ നമ്മുടെ അംശം ദശാംശത്തിന് ശേഷം വരുന്ന ആളാണ് അംശം. 275 എന്ന് അംശമായിട്ട് എഴുതുക. ഇനി ഛേദം കിട്ടാൻ വേണ്ടിയിട്ട് ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 1, 2, 3.
സോ 3 പൂജ്യങ്ങളാണ് താഴെ വരിക. 3 പൂജ്യം ഉള്ളത് 1000 അല്ലേ? സോ നമ്മുടെ ഉത്തരം 3,275/1000 എന്നാണ് നമ്മൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇനി 3ന്റെ ബി ചോദ്യം കിലോഗ്രാമും ഗ്രാമുമായി എങ്ങനെ വേർതിരിച്ച് എഴുതാം എന്നാണ് ചോദിച്ചത്. 3.275 കിലോഗ്രാമിൽ എത്ര കിലോഗ്രാമുകളാണ് എത്ര ഗ്രാമുകളാണെന്ന് നിങ്ങൾ വേർതിരിച്ച് എഴുതാണ് വേണ്ടത്. അതിന് എളുപ്പമൊരു വഴിയുണ്ട്. ദശാംശത്തിന് മുൻപേ ഉള്ളത് ഏതാണ്? 3 ആണ്. സോ ഇവിടെ 3 കിലോഗ്രാം ആണുള്ളത്. ദശാംശത്തിന് മുൻപേ ഉള്ളത് 3 ആണ്. സോ 3 കിലോഗ്രാം എന്ന് കിട്ടി. ഇനി ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യ ഏതാണ്? 275. സോ ഇവിടെ 275 ഗ്രാം ആണുള്ളത്. സോ നമുക്ക് ഉത്തരം കിട്ടി 3 കിലോഗ്രാമും 275 ഗ്രാമും. ഇനി 3ലെ സി ചോദ്യം ഗ്രാം മാത്രമായി എഴുതിയാലും, അതായത് 3.275 കിലോഗ്രാമിനെ നമ്മൾ കിലോഗ്രാമും ഗ്രാമുമായിട്ട് വേർതിരിച്ച് എഴുതി. ഇനി നമ്മളടുത്ത് പറയുകയാണ് ഇത് കിലോഗ്രാമിലുള്ളതും ഗ്രാമിലേക്ക് നിങ്ങൾ മാറ്റണം. ഗ്രാമിൽ മാത്രമാണ് എഴുതേണ്ടത്, കിലോഗ്രാമിലുള്ളതും ഗ്രാമിലേക്കാക്കണം. അപ്പോൾ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഒന്നും കണ്ടുപിടിക്കേണ്ടതില്ല. എന്താണ്? 3.275 ദശാംശം അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3275 എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ ഉത്തരം. 3275 ഗ്രാം ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്കുള്ള 4ാമത്തെ ചോദ്യം പട്ടിക പൂർത്തിയാക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് ദശാംശ രൂപവും തന്നിട്ടുണ്ട്, ഭിന്നം ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഭിന്നമില്ലാതെയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ടേബിളുകളിൽ ചില ഉത്തരങ്ങൾ എന്താണ് തന്നിട്ടില്ല. അവിടെ നിങ്ങൾ എന്താണ് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി പൂരിപ്പിക്കണം. ഇവിടെ ആദ്യത്തേത് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. 7.3 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇതിനെ നമ്മൾക്ക് ഭിന്നം രൂപത്തിൽ എങ്ങനെ എഴുതാം? 7.3 എന്നായതുകൊണ്ട് ദശാംശത്തിന് മുൻപേയുള്ള എനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം. എന്നിട്ട് ദശാംശത്തിന് ശേഷമുള്ള 3 അംശമായിട്ട് എഴുതാം. ഇവിടെ ദശാംശത്തിന് ശേഷം ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. സോ ഛേദമായിട്ട് ഒരു പൂജ്യമുള്ള ആള്, അതായത് 10 വരിക. നമുക്ക് ഉത്തരം 3/10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത അതേ കാര്യം തന്നെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതിക്കുക. ഇനി ഭിന്നമില്ലാതെ എങ്ങനെ പറയാം? അതായത് 7.3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 7.3 എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന സംഖ്യയാണ് സെൻറ്റിമീറ്റർ, അതായത് ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യ 3 ആണ്. ഇവിടെ 3 മില്ലിമീറ്ററും ആണ് ഉള്ളത്. ഇനി മില്ലിമീറ്ററിൽ മാത്രം പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ചോദ്യത്തിലെ ദശാംശം അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് 73 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇതുപോലെയാണ് നിങ്ങൾ താഴെയുള്ള ചോദ്യങ്ങളും പൂർത്തിയാക്കേണ്ടത്. ഓക്കെ, അടുത്തത് 2ാമത്തെ ചോദ്യം നോക്കാം. 3.5 സെൻറ്റിമീറ്റർ ആണ്. ഇത് ദശാംശ രൂപത്തിലല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം? എളുപ്പമല്ലേ? ആദ്യം വരുന്ന സംഖ്യ 3 എന്ന് പുറത്തേക്ക് മാറ്റി എഴുതുക. എന്നിട്ട് ദശാംശത്തിന് ശേഷമുള്ള സംഖ്യ 5 ആണ് ഇവിടെ അംശമായിട്ട് വരിക. ഇനി ഛേദമായിട്ട് ദശാംശത്തിന് ശേഷം ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. സോ ഒരു പൂജ്യമുള്ള ആളാണ് ഛേദത്തിൽ വരിക. 10 ആണ് ഛേദമായിട്ട് നമുക്ക് കിട്ടുക. നമുക്കിവിടെ കിട്ടിയ ഉത്തരം 3/5/10 എന്ന് വരും. സെൻറ്റിമീറ്ററിൽ മാത്രം എഴുതുമ്പോൾ ആദ്യം വരുന്ന സംഖ്യ 3 അല്ലേ? 3 സെൻറ്റിമീറ്റർ ആണ്. ദശാംശത്തിന് ശേഷം 5 ആണ്. 5 മില്ലിമീറ്റർ ആണ് വരിക. ഇനി മില്ലിമീറ്ററിൽ മാത്രം പറയും, ദശാംശം അങ്ങ് ഒഴിവാക്കുക. അതായത് 35 മില്ലിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് 7 മില്ലിമീറ്റർ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഭിന്നരൂപം തന്നിട്ടില്ല, ദശാംശ രൂപം തന്നിട്ടില്ല, എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ആകെയുള്ളൊരു ക്ലൂ എന്ന് പറയുന്നത് 7 മില്ലിമീറ്റർ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, 7 മില്ലിമീറ്ററിൻ്റെ ചോദ്യമാകുമ്പോൾ ഛേദം 10 ആണ് വരിക. ഇനി സെൻറ്റിമീറ്ററിൻ്റെ ചോദ്യമാകുമ്പോൾ ഛേദം 100 ആണ് വരിക. ബാക്കി എല്ലാത്തിനും കിലോഗ്രാം ആണെങ്കിലും ലിറ്റർ ആണെങ്കിലും ഛേദം ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ ഛേദം 1000 ആണ് വരിക. ഇത് മില്ലിമീറ്ററിൻ്റെ ചോദ്യമാണല്ലോ. സോ ഛേദം എന്ന് പറയുന്നത്
10 വരിക. അതുകൊണ്ട് തന്നെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ദശാംശം എന്ന് പറയുന്നത്, പോയിന്റ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ കഴിഞ്ഞിട്ടാണ്, വലത്തിൽ നിന്ന് ഇടത്തോട്ടാണ് നോക്കുക. അതായത് ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് എഴുതുമ്പോൾ 0.7 എന്നാണ് കിട്ടുക. ഇതിനെ നമ്മൾ ഭിന്നരൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്താണ് 7/10 എന്നാണ് വരിക. കാരണം എന്താണ്, ഛേദം നമുക്കറിയാം മില്ലിമീറ്ററിൻ്റെ ചോദ്യമായതുകൊണ്ട് തന്നെ 10 ഛേദമായിട്ട് വരിക. അല്ലാതെ എന്താണ്, നമ്മൾ ആദ്യത്തെ കോളം എഴുതിയത് കൊണ്ട് തന്നെ ദശാംശത്തിന് ശേഷം ഒരു സംഖ്യ മാത്രമാണ്, അതുകൊണ്ട് ഛേദമായിട്ട് ഒരു 0 ഉള്ള ആളാണ് വരിക, അത് 10. സോ ഇവിടെ 7/10 എന്ന് വരും. ഇനി സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് എഴുതാൻ ഇവിടെ എന്താണ്, സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0 7 മില്ലിമീറ്ററുമാണ്. അങ്ങനെ ഇനി ടോട്ടലായിട്ട് മില്ലിമീറ്ററിൽ മാത്രം എഴുതുമ്പോൾ അവിടെ തന്നിട്ടുണ്ട് 7 മില്ലിമീറ്റർ മാത്രമാണുള്ളത്. ഇനി അടുത്തത് നോക്കിക്കേ, 5.42 മീറ്ററിന് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതിനെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതണം. ഇനി തന്നാൽ എളുപ്പമല്ലേ എഴുതാൻ. ദശാംശത്തിന്റെ മുമ്പുള്ള സംഖ്യ 5 5നെ പുറത്തേക്ക് എടുത്ത് എഴുതുക. ദശാംശത്തിന് ശേഷം 2, അതാണ് നമ്മുടെ ഛേദം. ഇനി അടിയിൽ ഛേദമായിട്ട് 100 വരിക. മീറ്ററിന്റെ ചോദ്യമായത് കൊണ്ട് തന്നെ 100 നമുക്കറിയാം. അല്ലാതെ ചിന്തിക്കണമെങ്കിൽ ദശാംശത്തിന് ശേഷം 2 സംഖ്യയുള്ള ആളാണ് വന്നത്. അതായത് 42 എന്ന് പറയുമ്പോൾ 2 സംഖ്യകളാണ്, 2 0 ഉള്ള ആളാണ് വരിക. അതായത് 100. 542/100 എന്ന് ഭിന്ന രൂപത്തിൽ കിട്ടി. ഇനി മീറ്ററിലേക്കും സെൻറ്റിമീറ്ററിലേക്കും വേറിട്ട് എഴുതുക. ദശാംശത്തിന് മുമ്പേ ഉള്ള 5 മീറ്ററായിട്ട് വരിക. ദശാംശത്തിന് ശേഷമുള്ള 42 എന്നുള്ളതാണ് സെൻറ്റിമീറ്റർ ആയിട്ട് വരിക. ഇനി പോയിന്റ് കൂടാതെ ഇതേപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ എന്തായി, സെൻറ്റിമീറ്ററിൽ മാത്രമായി. അതായത് 542 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരിക. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഭിന്ന രൂപത്തിൽ മാത്രം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ആദ്യം ഭിന്ന രൂപത്തിൽ പുറത്തുള്ള സംഖ്യ ഏതാണ്, 10 എന്ന് എടുത്ത് എഴുതുക. എന്നിട്ട് ദശാംശം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അംശം എഴുതി കൊടുക്കുക. അതായത് 27, 10.27 മീറ്റർ എന്ന് കിട്ടും. ഇനി മീറ്ററിലേക്കും സെൻറ്റിമീറ്ററിലേക്കും മാറ്റി എഴുതാൻ ആദ്യം വരുന്ന സംഖ്യ 10 മീറ്റർ ആണ്. ദശാംശത്തിന് ശേഷം വരുന്നത് 27 27 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. ഇനി സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് എഴുതാൻ ദശാംശമില്ലാതെ എഴുതിയാൽ മതി. അതായത് 1027 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യമാണ് 6.85 875 കിലോഗ്രാം എന്ന് തന്നു. അറിയാം, കിലോഗ്രാമിന്റെ ചോദ്യമാണെങ്കിൽ ഛേദമായിട്ട് 1000 ആണ് വരിക. ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ കിലോഗ്രാമിന്റെ ചോദ്യത്തിൽ 1000 ആണ് വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് ഭിന്ന രൂപത്തിലേക്ക് എഴുതാൻ ദശാംശത്തിൻ്റെ മുമ്പേ വരുന്ന ആദ്യത്തെ സംഖ്യ 6 6 പുറത്തേക്ക് മാറ്റി എഴുതുക. ഛേദമായിട്ട് അംശമായിട്ട് 875 എഴുതുക. ഛേദമായിട്ട് 1000 എഴുതുക. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വര 1000 അടിയിലാണ് വന്നത്. നിങ്ങൾ ഭിന്ന രൂപത്തിൽ എഴുതുമ്പോൾ 875/1000 എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി ഇത് മാറ്റി എഴുതാണ് വേണ്ടത്. 6 കിലോഗ്രാമും ഉണ്ടാവും. 875 ദശാംശത്തിന് ശേഷമുള്ളതാണ് ഗ്രാമായിട്ട് വരിക. ഇനി ഇതിനെ ഗ്രാമിൽ മാത്രം എഴുതാൻ ദശാംശം ഇല്ലാതെ അങ്ങ് എഴുതുക. ല്ലേ, ദശാംശം അങ്ങ് എടുത്തു കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6875 ഗ്രാം എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, നിങ്ങൾക്ക് 432 ഗ്രാം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്കറിയാം കിലോഗ്രാമിൻ്റെ ചോദ്യമായത് കൊണ്ട് തന്നെ ഛേദമായിട്ട് 1000 ആണ് വരിക. സോ നമുക്ക് ഇവിടെ 432/1000 എന്ന് ഭിന്ന രൂപത്തിൽ എഴുതാൻ കിട്ടി. ഇനി ഇതിൻ്റെ ദശാംശ രൂപം എഴുതുമ്പോൾ നമ്മൾ 432/1000നെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എവിടെയാണ് പോയിന്റ് ഇട്ട് കൊടുക്കുക, 1000-ന് 3 0 അല്ലേ. സോ നമ്മുടെ അംശത്തിൽ 3 സംഖ്യകൾക്ക് ശേഷമാണ് പോയിന്റ് ഇട്ട് കൊടുക്കുക. വലതിൽ നിന്ന് ഇടത്തോട്ടാണ് നോക്കുക.
2 കൈന് 3 കൈന് 4 കൈനിട്ടാണ് പോയിന്റ് ഇടുക. അതായത് 0.432 എന്ന് കിട്ടും. അതാണ് ദശാംശ രൂപത്തിൽ നമുക്ക് എഴുതുമ്പോൾ കിട്ടുക. ഇനി ഇവിടെ കിലോഗ്രാം എന്താണ്? 0 വരുന്നത്. ഗ്രാം 432 വരുന്നത്. ഓക്കെ, മനസ്സിലായാലോ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ദശാംശ രൂപം തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നാൽ എളുപ്പമാണ് എഴുതാൻ. 3.425 ലിറ്റർ എന്നാണല്ലോ തന്നത്. ലിറ്ററിൻ്റെ ചോദ്യമാണെങ്കിലും ഛേദം 1000 ആണ് വരിക. ഓക്കെ, ഇനി നമുക്കിവിടെ ദശാംശത്തിന് മുമ്പേ ഉള്ള സംഖ്യ, അതായത് നമ്മുടെ 3നെ പുറത്തേക്ക് എടുത്തെഴുതുക. എന്നിട്ട് നമ്മുടെ പോയിന്റിന് ശേഷമുള്ള സംഖ്യയാണ് 425 എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അംശമായിട്ട് വരിക. എന്നിട്ട് ഛേദമായിട്ട് 1000 വരും. ലിറ്ററിൻ്റെ ചോദ്യമായതുകൊണ്ട് 1000 ആണല്ലോ വരിക എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ദശാംശത്തിന് ശേഷം 3 അക്കങ്ങളാണുള്ളത്. 4, 2, 5. അപ്പോൾ നമുക്ക് 3 പൂജ്യമുള്ള ആളാണ് ഇവിടെ ഛേദമായിട്ട് വരിക. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 3.425/1000 എന്നാണ്. ഇനി നമ്മൾ ലിറ്ററിലേക്ക് വേറിട്ട് എഴുതുമ്പോൾ ദശാംശത്തിൻ്റെ മുമ്പേ ആദ്യമുള്ള സംഖ്യ 3, അതാണ് ലിറ്റർ വരിക. ദശാംശത്തിന് ശേഷം 425 ആണ്, അതാണ് മില്ലി ലിറ്റർ ആയിട്ട് വരിക. ഇനി മില്ലി ലിറ്ററിൽ മാത്രം എഴുതണമെങ്കിൽ നമ്മുടെ ദശാംശം അങ്ങ് എടുത്ത് കളയാം. 3425 മില്ലി ലിറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിൽ നോക്കിക്കേ, 5763 മില്ലി ലിറ്ററിന് മാത്രമാണ് നിങ്ങൾക്ക് തന്നത്. മാത്രം തന്നാൽ നമുക്ക് ഭിന്ന രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. എന്താണ്? മില്ലി ലിറ്ററിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ ദശാംശത്തിൽ 1000 ആണ് വരിക. ഓക്കെ, ഇനി ആദ്യം ദശാംശ രൂപത്തിലേക്ക് എഴുതി നോക്കാം. 1000 ആയതുകൊണ്ട് തന്നെ 3 പൂജ്യമാണ്. സോ 3 അക്കങ്ങൾ കഴിഞ്ഞിട്ടാണ് ദശാംശം വരേണ്ടത്. അതായത് 3 കൈന് 6 കൈന് 7 കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടും 5.763 ലിറ്ററിന് ദശാംശ രൂപത്തിൽ കിട്ടി. ഇനി നമുക്ക് ഭിന്ന രൂപത്തിൽ എഴുതാൻ എളുപ്പമാണ്. 5 പുറത്തേക്ക് എടുത്തെഴുതുക, 763 അംശമായിട്ട് എഴുതുക, 1000 ഛേദമായിട്ട് എഴുതുക. ദശാംശത്തിന് ശേഷം 3 അക്കങ്ങളാണ്. 3 പൂജ്യമുള്ള ആളാണ് നമ്മുടെ ഛേദം, അതായത് 1000 ആണ് നമ്മുടെ ഛേദം. ഇനി എത്ര ലിറ്റർ ഉണ്ട്? 5 ലിറ്റർ ആണുള്ളത്. ദശാംശത്തിന് ശേഷം 763 ആണ്. സോ 763 മില്ലി ലിറ്റർ ആണ്. ഇനി മില്ലി ലിറ്ററിലേക്ക് മാത്രം എഴുതിയപ്പോൾ നോക്കിക്കേ, ദശാംശമില്ലാതെ 5763 മില്ലി ലിറ്റർ എന്നാണ് ഇവിടെ എഴുതിയത്. ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് ചോദിക്കുന്നത്. ഈ ഒരു പട്ടിക പൂരിപ്പിക്കാൻ നിങ്ങൾ പഠിച്ചാൽ ഈ പാഠം മുഴുവൻ നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഏത് ചോദ്യം ഈ പാഠത്തിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് അതിന് മാർക്ക് വാങ്ങാൻ സാധിക്കും. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൽ ഓരോ പ്രവർത്തനവും ചെയ്ത് നോക്കുക. 5ാം ക്ലാസ്സിൻ്റെയും വേറെയും ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.